ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അനന്തപുരിയിൽ അയ്യപ്പൻപാട്ട് നടക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. ജലജയും ജാനകിയും ഒഴികെ ബാക്കി എല്ലാവരും അവിടെ ഭക്തിപൂർവ്വം കൈ തൊഴുതിരിപ്പുണ്ട്. ദേവയാനിയുടെ മുഖവും അതിനിടയെ കാണിക്കുന്നുണ്ട്. എല്ലാവരും അയ്യപ്പൻപാട്ടിനായിട്ട് വീട്ടിലോട്ട് പോയത് കാരണം ജാനകിയും ജലജയുമാണല്ലോ ദേവയാനിക്ക് കൂട്ടിരിക്കുന്നത്. അപ്പം ജലജ പറയുന്നുണ്ട്, എന്നാലും ആ നയനെ ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ലെന്ന് പറയും. നീയൊക്കെ അല്ലായിരുന്നോ അവൾക്ക് സപ്പോർട്ട്? നീയും അമ്മയും അവളെ തലയിലെടുത്ത് വെച്ചിരിക്കുകയല്ലായിരുന്നു എന്ന് ചോദിക്കും. അപ്പം ജാനകി പറയുന്നുണ്ട്, എന്നാലും അവളുടെ മനസ്സിൽ ഇത്രയും വിഷമുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ലായിരുന്നല്ലോ. ഇപ്പം തിരിച്ചറിഞ്ഞില്ലേ? അതുകൊണ്ട് ഇനി മുതൽ നമുക്ക് ഒറ്റ കെട്ടായിട്ട് വേണം നിന്ന് അവളുമാരെ ആ വീട്ടിൽ നിന്ന് തുരത്താനെന്ന് പറയും. എന്തായാലും ഏട്ടത്തി അങ്ങ് വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് ജാനകിയും പറയുന്നുണ്ട്. ആ സമയത്താണ് ഡോക്ടർ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഡോക്ടറോട് ഇവർ രണ്ടുപേരും ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഏട്ടത്തിക്ക്, എങ്ങനെയുണ്ടെന്ന്. ഇപ്പം കുഴപ്പമില്ല, എന്തോ ഒരു അനുഗ്രഹം പോലെ നല്ല മാറ്റം കാണുന്നുണ്ട്. ബ്ലഡ് മാറ്റിയ കാരണം അതിൻ്റെതായ മാറ്റം ഉണ്ടെന്ന് പറയും. അത് കേൾക്കുന്ന ജലജയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ദേവയാനിക്ക് അസുഖം കുറയുന്നതിനോടൊന്നും ജലജയ്ക്ക് താല്പര്യമില്ല. എന്നാൽ ജാനകി അന്നേരം ദൈവമേ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. എന്തായാലും ദേവയാനിക്ക് കുറച്ച് ദിവസങ്ങൾക്കകം റൂമിലേക്ക് മാറാൻ പറ്റും എന്ന് ഡോക്ടർ പറയും. പിന്നെ പറയുന്നുണ്ട്, ഇനിയിപ്പം മരുമോളുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന്. ഇവർ രണ്ടുപേരും അപ്പം പരസ്പരം നോക്കുന്നുണ്ട് ഏത് മരുമോളുടെ കാര്യമാണെന്ന്. അകത്ത് കിടക്കുന്ന ദേവയാനിയുടെ മരുമോളുടെ കാര്യം തന്നെയാണെന്ന് ഡോക്ടർ പറയും. അവൾക്ക് എന്നാ പറ്റിയെന്ന് അവർ തിരക്കുന്നുണ്ട്. ആ കുട്ടിക്ക് നല്ല ക്ഷീണമുണ്ട്, നല്ല വിളർച്ചയും ഉണ്ടെന്ന് പറയും. അതൊക്കെ അവളുടെ അടവാ ഡോക്ടറെ, അല്ലാതെ അവൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് ജലജ പറയും. അപ്പം ഡോക്ടർക്ക് അങ്ങ് സംശയമാകും. അപ്പം ഡോക്ടർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അനന്തപുരിയിലും പൊട്ടിത്തെറികളൊക്കെ ഉണ്ടല്ലേ എന്ന്. അത് പിന്നെ അവളുമാർ ആ വീട്ടിലേക്ക് വന്ന് കയറിയത് പിന്നെയാണ് അവിടെ അങ്ങനെയൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നെന്ന് ഡോക്ടർ പറയും. എന്തായാലും ആ കുട്ടി ഒന്ന് വിശ്രമിക്കുകയും നന്നായിട്ട് ഇരിക്കാനൊക്കെ പറയണം എന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോകും. അയ്യപ്പൻപാട്ടിന് ശേഷം മുത്തശ്ശൻ അവർക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് യാത്രയാക്കുന്നുണ്ട്. മലയ്ക്ക് പോകുന്ന ഓരോരുത്തരും വന്ന് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാല് തൊട്ട് വണങ്ങുന്നൊക്കെയുണ്ട്. അപ്പം മുത്തശ്ശനും മുത്തശ്ശിയും അവരെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തിട്ട് മുത്തശ്ശൻ ചോദിക്കും, എങ്ങനെ പോകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജയാന്ന്. അപ്പം ജയൻ പറയുന്നുണ്ട്, ഞങ്ങൾ കാൽനടയായിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന്. മുത്തശ്ശിക്ക് അത് കേൾക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്. മുത്തശ്ശി ചോദിക്കും, എരുമേലി ചെന്നിട്ട് പിന്നീട് കാൽനടയായിട്ട് പോയാൽ പോരെയെന്ന്. അപ്പം ആദർശ് പറയും, വേണ്ട മുത്തശ്ശി, എന്തായാലും നമ്മൾ ഇവിടുന്നേ നടന്നു പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് അഭിയുടെ മുഖം അങ്ങ് വല്ലാതാകും. അത് നവ്യ കാണുന്നുണ്ട്. നവ്യ ഉടനെ നയനോട് പറയും, നീ നോക്കിക്കേ അവൻ്റെ മുഖം കണ്ടോന്ന്. അവനത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അവൻ്റെ മുഖത്തറിയത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം മുത്തശ്ശനും അത് കാണുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ ചോദിക്കും, എന്താ നിനക്ക് നടന്നു പോകാൻ താല്പര്യമില്ലേന്ന്. അന്നേരം തന്നെ അഭി പറയും, അങ്ങനെയൊന്നുമില്ല മുത്തശ്ശൻ, ഞാനും നടന്നു പോയിക്കോളാം, ഞാൻ അങ്ങനെ നടന്നു പോകണമെന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. അന്നേരം തന്നെയാണല്ലോ ജയമാമനും ആദർശേട്ടനും ഒക്കെ അങ്ങനെ പറഞ്ഞത്. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ആയുരാരോഗ്യത്തിന് വേണ്ടി നടന്നു തന്നെ ഞാൻ മല ചവിട്ടിക്കോളാം എന്നൊക്കെ അഭി പറയും. അവൻ കള്ളത്തരവാ പറയുന്നതെന്ന് മുത്തശ്ശനും മുത്തശ്ശിക്കും മനസ്സിലാവുന്നുണ്ട്. എല്ലാവരും പോയി കഴിയുമ്പോൾ മുത്തശ്ശൻ നവിയോടും നയനയോടും പറയുന്നുണ്ട്, ഇവർ മലയ്ക്ക് പോയിട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകുമെന്ന്. അയ്യപ്പസ്വാമി നിങ്ങൾക്ക് നല്ലത് വരുത്തും, നിങ്ങൾ അയ്യപ്പസ്വാമിയെ മുറുകെ പിടിച്ചോളാൻ മുത്തശ്ശൻ പറയും. അപ്പം നയനയും നവിയും നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അനി ഇങ്ങനെ ആകെ ടെൻഷനിൽ ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് ഫോൺ എടുത്ത് നന്ദുവിനെ വിളിക്കുന്നുണ്ട്. നന്ദു അനിയുടെ നമ്പർ കണ്ടിട്ടും ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ അനി ഉടനെ വോയിസ് മെസ്സേജ് ഇടും, എൻ്റെ ജീവിതം ആകെ പ്രശ്നത്തിലാണ്, ഞാനും അനാമികയും ഒരു ബെഡ്റൂമിലാണ് കഴിയുന്നെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധവുമില്ല. നയനേടത്തിയും ആദർശേട്ടനും പണ്ട് കഴിഞ്ഞിരുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ മുറിയിൽ കഴിയുന്നതെന്നൊക്കെ പറയും. എനിക്ക് ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ പ്രശ്നത്തിലാണ്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം നാട് വിടുന്നതായിരിക്കും, അല്ലേ എൻ്റെ ജീവിതം എങ്ങനെയും അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നതെന്നൊക്കെ പറയും. ഈ വോയിസ് മെസ്സേജൊക്കെ നന്ദു കേൾക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെയുള്ള വർത്തമാനം പറയുമ്പോഴത്തേന് പെട്ടെന്ന് നന്ദു അനിയെ വിളിക്കും. നന്ദുവിൻ്റെ കോള് കാണുമ്പോഴത്തേന് അനിക്ക് വളരെ സന്തോഷമാകുന്നുണ്ട്. നന്ദു ചോദിക്കുന്നുണ്ട്, അനി ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞിരുന്നതല്ലേ അനിക്കൊരു ഭാര്യയുണ്ട്, ആ ഭാര്യയായിട്ട് സന്തോഷത്തോടെ ജീവിക്കണമെന്നൊക്കെ, പക്ഷേ എനിക്ക് പറ്റുന്നില്ലടോ, എനിക്ക് അവളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല എന്നൊക്കെ അനിയും പറയും. എനിക്ക് എൻ്റെ വിഷമങ്ങളെല്ലാം തുറന്നു പറയാനുള്ള ഏറ്റവും നല്ല ഫ്രണ്ടെന്ന് പറയുന്നത് താനാണ്, തന്നോട് മാത്രമേ എനിക്കിങ്ങനെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമെന്ന് അനി പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, അതൊക്കെ പിന്നീട്
പ്രശ്നങ്ങളിലേക്ക് വരും. അതുകൊണ്ട് ഇനി എന്നെ വിളിക്കുകയൊന്നും ചെയ്യരുതെന്ന്. അത് പറ്റത്തില്ല, തന്നെ എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഓരോ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ വരുമ്പം ഞാൻ തന്നെ വിളിക്കും. താൻ ഫോൺ എടുക്കുകയും വേണം. എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ തന്നെ എനിക്ക് കാണുകയും ചെയ്യണമെന്ന് പറയും. അതിന് നന്ദു ഒരു മറുപടിയും പറയുന്നില്ല. മുത്തശ്ശനും മുത്തശ്ശിയും കയറി വരുമ്പോൾ ഹാളിലെ സെറ്റിയിൽ കിടക്കുകയാണ് നവ്യ. അന്നേരം നവ്യ ഇവർ വരുന്നത് കാണുന്ന പോലുമില്ല. എന്താ മോളെ നീ ഇങ്ങനെ കിടക്കുന്നത്, എന്താ മനസ്സിൽ ഭയങ്കര വിഷമമാണോ എന്നൊക്കെ നവ്യയോട് മുത്തശ്ശൻ ചോദിക്കും. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം ഒറ്റ ദിവസത്തേക്കായിട്ട് മോളെ അവളുടെ ഭർത്താവ് സ്നേഹിച്ചില്ലേ, ഇപ്പോൾ ആ സ്നേഹമൊന്നുമില്ല, അതിൻ്റെ സങ്കടത്തിലായിരിക്കും മോളെന്ന് പറയും. ആണോ മോളെ എന്ന് മുത്തശ്ശൻ ചോദിക്കും. അതേ മുത്തശ്ശ, എനിക്ക് അതൊന്നുമല്ല കൂടുതലായിട്ട് ടെൻഷൻ വരുന്നത്. അന്ന് എൻ്റെ കുഞ്ഞ് പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ അഫി ഇങ്ങനെ എന്നെ സ്നേഹിച്ചെന്ന് ഓർത്തിട്ടാണ്. അവർക്ക് ഉറപ്പുണ്ടായിരുന്നിരിക്കുമല്ലോ എൻ്റെ കുഞ്ഞ് അന്ന് രാത്രി തന്നെ പോകുമെന്ന്. അന്ന് ഞാനാണല്ലോ ആ പാലെടുത്ത് കുടിക്കേണ്ടിയിരുന്നത്. കുടിച്ചിരുന്നെങ്കിൽ ഞാനിപ്പം അമ്മായി കിടക്കുന്ന പോലെ ICU കിടക്കില്ലായിരുന്നോ എന്ന് ചോദിക്കും. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ അറിയത്തില്ലാത്ത കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ആരാണ് അങ്ങനെ ചെയ്തതെന്ന്. അപ്പം മുത്തശ്ശൻ പറയും, ആരുടെ കാര്യത്തിലാണെങ്കിലും ഞാനത് വിശ്വസിക്കില്ലായിരുന്നു, പക്ഷേ അഭിയുടെ കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ടെന്ന് പറയും. അപ്പം അങ്ങോട്ട് വരുന്ന നയന പറയുന്നുണ്ട്, മുത്തശ്ശ ഇനി അതൊന്നും വലിയ പ്രശ്നമാക്കി എടുക്കണ്ട, അതെല്ലാം വിട്ടേക്കാനേ. അത് ശരിയാ, ദേവയാനി വന്നു കഴിയുമ്പം എല്ലാ കുറ്റങ്ങളും മോളുടെ മുകളിലേ അവൾ പറയാറുള്ളൂ. ഇതൊക്കെ കേട്ടോണ്ട് ജയനും അജയനും അങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയും, ഈ വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ട്, ഇതിനെല്ലാം അർത്ഥം ഈ കുടുംബം ഇങ്ങനെ ഒത്തൊരുമയോടെ പോകണ്ട, വെട്ടിമുറിക്കണം എന്ന് തന്നെയാണെന്ന് പറയും. പലരും അത് പല രീതിയിൽ ഇവിടെ പ്രകടമാക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് തന്നെ ചെയ്യാം ജയാന്ന് മുത്തശ്ശൻ പറയും. നമ്മുടെ സ്വത്തുക്കളൊന്നും അന്യാധീനപ്പെട്ടു പോകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ജുവലറികളും ഈ കുടുംബവും ഞാൻ എഴുതി വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആദർശിൻ്റെയും നയനയുടെയും പേരിൽ തന്നെയാണ്. അത് മാത്രമേ ഈ കുടുംബം നിലനിർത്താനായിട്ട് ഞാൻ നോക്കിയിട്ട് ഒരു വഴിയുള്ളെന്ന് പറയും. അതിൽ നിനക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ അജയ എന്ന് മുത്തശ്ശൻ അജയനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അജയൻ പറയും, അങ്ങനെ തന്നെയാണ് വേണ്ടത് അച്ഛാ, എല്ലാം അവൻ തന്നെ നോക്കുന്നതാണ് ഞങ്ങൾക്കിഷ്ടമെന്ന് പറയുന്നുണ്ട്. അപ്പം നയന പറയും, അതൊന്നും വേണ്ട മുത്തശ്ശ, പിന്നീട് ആ സ്വത്തിൻ്റെ പേരിലായിരിക്കും എല്ലാവരും കുറ്റപ്പെടുത്തുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നതെന്ന്. കുടുംബത്തിൻ്റെ സ്വത്തെല്ലാം ആദർശിൻ്റെ കയ്യിലാണെങ്കിൽ ജുവലറിയുടെ ഓരോ വർഷത്തെയും ലാഭവിഹിതം എല്ലാവർക്കും അവൻ വീതിച്ച് നൽകിക്കോളും. ഇപ്പോൾ തന്നെ അയൽവക്കക്കാരോടൊക്കെ ദേവയാനിക്ക് അസുഖമാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ പുറത്തറിയുന്നതിലും ഭേദം നമുക്കിതെല്ലാം വീതം വെക്കുന്നത് തന്നെയാണെന്ന് മുത്തശ്ശിയും പറയും. ആദർശ് വരുമ്പോൾ നയന ആദർശിൻ്റെ ബെഡൊക്കെ നന്നായിട്ട് വിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ആദർശ് പറയും, നിനക്ക് എന്തായാലും ഇത്രയും ക്ഷീണമുള്ളതല്ലേ, പല പ്രാവശ്യം ഇന്ന് തല ഇറങ്ങുകയും ചെയ്തു, അതുകൊണ്ട് നീ ഇന്ന് ഈ റൂമിൽ കിടന്നാൽ മതി എന്ന് പറയും. അമ്മയാണെങ്കിൽ ഇന്നിവിടെ ഇല്ല താനും, അതുകൊണ്ട് ആരും ഇതൊന്നും അറിയാൻ പോകുന്നില്ലെന്ന് പറയും. എന്നാലും അമ്മ ഇല്ലെങ്കിലും അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണ്ടേ ആദർശേട്ടാ, അതുകൊണ്ട് ഞാൻ എൻ്റെ മുറി തന്നെ കിടന്നോളാം എന്ന് പറയും. അത് വേണ്ട, ഇന്ന് പല പ്രാവശ്യം താൻ തലകറങ്ങി വീഴാൻ പോയി, അതുകൊണ്ട് രാത്രിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ ആരുമില്ലല്ലോ ആ മുറിയിൽ, അതുകൊണ്ട് ഈ മുറി കിടക്കാമെന്ന് പറയും. നീ ഈ ബെഡിൻ്റെ സൈഡിൽ കിടന്നോളാൻ പറയുന്നുണ്ട് ആദർശ്. അത് വേണ്ട, കിടക്കുകയാണെങ്കിൽ ഞാൻ താഴെ വിരിച്ച് കിടന്നോളാം എന്ന് പറയും. വേണ്ട, നീ കിടക്കണ്ട, നിനക്ക് വയ്യാത്തതല്ലേ, അതുകൊണ്ട് ഞാൻ താഴെ കിടക്കാമെന്ന് പറയും ആദർശ്. അത് ആദർശേട്ടന് തണുപ്പടിച്ച് കഴിഞ്ഞാൽ പിന്നെ ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാകുന്നതല്ലേ, അതുകൊണ്ട് കിടക്കണ്ട, ഞാൻ തന്നെ കിടന്നോളാം ഈ മുറി തന്നെയെന്ന് നയന പറയും. മുത്തശ്ശനോടും മുത്തശ്ശിയോടും ചോദിച്ചിട്ട് പോരേന്ന് നയന ചോദിക്കുന്നുണ്ട്. അതെന്തിനാ രാത്രി അവരെ ബുദ്ധിമുട്ടിക്കുന്നത്, നീ ഈ മുറി കിടന്നുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. 41 ദിവസം വ്രതമെടുത്ത് മല ചവിട്ടണമെന്ന് അമ്മ പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പ്രതിഷേധമുണ്ടായിരുന്നു. ആ പ്രതിഷേധത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇട്ടതും. അതുകൊണ്ടാണോ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് ആദർശ് പറയുന്നത് കേൾക്കുമ്പോൾ നയനയ്ക്ക് ഒരു സങ്കടം വരുന്നുണ്ട്. ആ നയനയുടെ മുഖം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.